അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ,
കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അച്ഛനായിട്ട് 40 കൊല്ലമായെന്ന് ഞാൻ നിങ്ങളോട് പറയും. പക്ഷേ 40 കൊല്ലം ആകുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ഇടവക ജീവിതകാലത്ത് ഉണ്ടായ 1-2 അനുഭവങ്ങൾ ഓർക്കുമ്പോഴേ ഞാൻ അങ്ങനെയാണ് ഈ ശുശ്രൂഷ കർത്താവിനൊക്കെ ഒന്ന് പിടിച്ചതാണ്. ഞാൻ ഒരു ഇടവക കൊച്ചച്ഛനും ഇടവക വികാരിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ജനം നമ്മളുടെ കൂടെ അവർ എല്ലാ കൂദാശകളും ഒക്കെ അനുസ്മരിച്ചും അനുഷ്ഠിച്ചും എല്ലാ ഞായറാഴ്ചകളിലും തന്നെ അവർ ദേവാലയത്തിൽ വരികയും കർത്താവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ജനം ഈ അനുഷ്ഠാനക്രമങ്ങളിൽ അഭിരമിക്കുന്ന ഒരു ആശ്വാസം കണ്ടെത്തുന്ന ഒരു ജനമായിട്ട് എനിക്ക് ചില സമയത്ത് തോന്നി. കാര്യം അവരുടെ ഉള്ളിലോട്ട് ക്രിസ്തു എല്ലാവരും അല്ല, നല്ല മാന്യം മര്യാദ കത്തോലിക്കാനായിട്ട് ജീവിച്ച് ലോകത്തേക്ക് കിടക്കുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒത്തിരി മനുഷ്യർ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഇങ്ങനെ പറയണ്ടല്ലേ. ഒരു ദിവസം ഞാൻ റോഡിൽ നിൽക്കുമ്പോഴേ ഒരാൾ ഒരു ഒറ്റക്ക് കൊടിയും പിടിച്ച്, ഒരു ചുവപ്പ് കൊടിയും പിടിച്ച് ഒറ്റക്ക് റോഡിൽ കൂടി വന്നു. അപ്പോൾ ഒന്നാമത്തെ ആ കാലം 87 കാലമാണ്. ഭയങ്കര രാഷ്ട്രീയ കേരളത്തിൽ പിന്നീടുണ്ടായിരുന്നുള്ള എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഡിസിസീവ് പോയിൻ്റായിരുന്ന ഒരു കാലമാണ് 87 എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് കൊടിയും പിടിച്ച് വന്നപ്പോൾ ഇയാൾക്ക് പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ റോഡിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് റോഡിൻ്റെ അരികിൽ ഞാൻ ചേട്ടാ എവിടെ പോയി, എന്താ പരിപാടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാനൊരു സ്ഥലത്ത് പോയതാണ് വെച്ചാ. അപ്പോൾ പുള്ളി മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ വള്ളത്തിനെ ആരാണ്ട് എറണംകെട്ട എന്നാണ് പറഞ്ഞത്. അവരുടെ കടപ്പുറത്തെ ഒരു ലാംഗ്വേജാണ് എറണംകെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാപം പിടിച്ചവൻ്റെ. വള്ളത്തിൽ മുട്ടി എനിക്കിപ്പോൾ പണിയൊന്നും കിട്ടേണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു കൊടിയൊക്കെ വെഞ്ചരിപ്പിച്ചെടുത്തുകൊണ്ട് കൊടിയൊക്കെ വാങ്ങിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അവിടെ എന്താ പരിപാടിയൊക്കെ ചെയ്ത് ആ കൊടി വെച്ച് കെട്ടുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ളത് പുള്ളിയുടെ ഒരു വിശ്വാസമാണ്. വേറൊരു ഇടവക ഇരുന്നപ്പോൾ അത് എൻ്റെ ഒരു ഉറ്റ ബന്ധുവാണ്, അടുത്ത രക്തബന്ധമുള്ള ആളാണ്. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയണം അവരുടെ വീട്ടിൽ കുറേ മരങ്ങളുണ്ട്. അപ്പം ആ മരങ്ങളെ വേറെ ഒരു വീട്ടുകാരുടെ വീട്ടിലെ ഒരു പ്രായം ചെന്ന അവരുടെ അയൽവാസികളുടെ വീട്ടിൽ പ്രായം ചെന്ന വല്യമ്മച്ചുണ്ട്. അപ്പോൾ പ്രായം ചെന്ന് വല്യമ്മച്ചി എവിടെയെങ്കിലും പോകുമ്പോൾ ഇവർക്ക് കൊണ്ടുവന്ന് ഓരോ മരങ്ങൾ കൊടുക്കും. അവ ഇപ്പോൾ 10-25 കൊല്ലമായിട്ട് നമുക്ക് ലോകബാങ്കിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഭൗമ ഉച്ചകോടിയിൽ നിന്നൊക്കെ ഫണ്ട് മുടക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങൾ വെക്കുന്നുണ്ട്. അപ്പം അതുപോലെ പലയിടത്ത് ചെല്ലുമ്പോഴും വനംവകുപ്പ് മരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊടുക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ മരം കൊണ്ടുവന്ന് ചെടുത്തി കൊടുക്കും. ഇവർ ഇവിടെയൊക്കെ അവിടെ കുഴിച്ച് വെച്ച് അവിടെ കുഴിച്ച് വെക്കുക ഇവിടെ കുഴിച്ച് വെക്കുന്നതിന് മുത്തിയാമ്മൻ പറയും. പിന്നെ രസം വെച്ചാൽ ഇപ്പം 2 വീട്ടിൽ നിറച്ച കാട് പോലെ മരം. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവർ ഭൂലോക അന്ധവിശ്വാസിയാണ് ഈ മുത്തിയമ്മ. മുത്തിയമ്മയുടെ കണക്കനുസരിച്ച് അവരുടെ വീട്ടിൽ നിൽക്കുന്ന മരത്തിൻ്റെ ബദൽ മരം ഈ വീട്ടിലുണ്ടായാൽ മാത്രമേ അവർക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് അവർ ഈ മരം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇവർക്കതറിയത്തില്ലേ, ഇവർക്ക് വെപ്പിക്കണ മരം. ഇവർ മരം വെച്ച് കൊണ്ടുണ്ട്. അവർ പറയും ഇന്ന മരം വെക്കാന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വല്ല മരവും ഇവർ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ബദൽ മരം, അതിൻ്റെ ദോഷം അവർക്കൊക്കെ ആയിരിക്കാൻ വേണ്ടി അതിൻ്റെ ബദൽ മരം അവരെ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരം വെച്ച് അപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഇരുട്ടും കയറി കാടും പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഇതൊരു തരം വിശ്വാസമാണ് ശരിക്കും പറഞ്ഞത്. ഇതൊരു തരം വിശ്വാസം. ഇത് ക്രിസ്തു
ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് ഇതുപോലെ പ്രാകൃതമായ കുറേ വിശ്വാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഓരോരോ തരത്തിലുള്ള, ഇതിൻ്റെ അത് കുറച്ച് ആരോഗ്യശാസ്ത്രം ഉണ്ട് ഇതിൻ്റെ അകത്ത്, അത് വേറെ അത് അതിൻ്റെ ലെവൽ, ആ ആരോഗ്യശാസ്ത്രം തണലിൽ അന്ധവിശ്വാസം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണമേ, നിങ്ങളുടെ പലതരം വിശ്വാസങ്ങൾ, ഇപ്പോൾ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അത് പുതിയ താമസക്കാരാണ്, അവരെങ്ങും മലബാറിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുക. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ മരുമകൾ എന്നോട് പറയണേ, എൻ്റെ അമ്മയുടെ പരിപാടി ഇടക്കും തലക്കൊക്കെ ഈ അലമാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതാണ്. അപ്പം അമ്മയോട് ചോദിക്കുമ്പോൾ ചില സമയത്ത് അലമാരി തെക്കോട്ട് വെക്കും, തെക്കോട്ടിരുന്ന അലമാരി പടിഞ്ഞോട്ടെടുത്ത് തിരിച്ചു വെക്കും. അപ്പോൾ അമ്മ എന്താ പറയണത്, ഇവിടെ കാശിരിക്കണില്ല കൊച്ചെന്നാണ് പറയണത്. അതിന് അലമാരി മാറ്റി നടക്കണതാണ് ഈ തള്ളയുടെ പരിപാടി. ഇവരുമൊക്കെ ഇങ്ങനെ പള്ളി വന്ന് കുമ്പിട്ട് കിടന്ന് തലകുത്തി മറിഞ്ഞ് കുമ്പസാരിക്കുകയും കുർബാനസയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളി മുഴുവനും ഇതുപോലെയുള്ള പ്രാക്കപ്പെട്ട ക്രിസ്തുവിന് ഒരു വിലയുമില്ലാത്ത അന്ധവിശ്വാസങ്ങളാണ്. അത് പകുതി മുക്കാലും ആണുങ്ങളിലും ഉണ്ട്, തലമൂത്ത ചേർത്തിമാരുടെ കയ്യിൽ കൂടുതലുണ്ട് ഈ വിഷയം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ കുറച്ചൊന്ന് കുടുംബത്തിലൊരു വെളിച്ചം കയറിയിട്ടുണ്ട്. പക്ഷേ അവന്മാരൊക്കെ ചിലതിങ്ങനെ സുവിശേഷ കാര്യത്തിലും വിശ്വാസം കമ്മിയാണ്. അത് വേറൊരു അപകടമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാരണം തന്നെയാണ്, ഈ ക്രിസ്തുവിൻ്റെ മുഴുവനും ഇപ്പോൾ ഈശോൻ്റെ വാക്കുകളെല്ലാം ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കടക്കൽ കത്തിവെച്ചിട്ട് മനുഷ്യനെ ഡെലിവറി ചെയ്യുന്ന വാക്കുകളാണ്. പക്ഷെ എന്താ പറയണത്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ആ ഒരു ബോധം നമുക്കുണ്ടാകും. ക്രിസ്തുവിനെ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ എല്ലാ വിധത്തിലുള്ള ഓമൻസും സഗുണങ്ങളും എല്ലാത്തിനും നീ കീഴടക്കുകയാണ്. ഒന്ന് കുറച്ച് 15-20 എടുത്തേ. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. അപ്പൊ സമസ്തവുമാണ്. അതുകൊണ്ടാണ് പരിച്ഛേദന അപരിച്ഛേദനൊന്നുമല്ല, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു ബന്ധം ചെയ്തിട്ട് നടക്കുകയും ചെയ്യും, പഴയ സൃഷ്ടിയേക്കാൾ പ്രൗഢന്മാരായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കുടുംബങ്ങളിലുള്ളത്. 2:5-17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അതാണ് ക്രിസ്തുവിലായിരിക്കും. അപ്പം നിങ്ങൾ പഴയ സൃഷ്ടിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലല്ല, അതാണ് വിഷയം. നിങ്ങൾ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും മരങ്ങളും നിങ്ങൾ കാലങ്ങളും ഋതുക്കളും ആചരിക്കുന്ന പോലും സുവിശേഷത നിങ്ങൾ വ്യർത്ഥമാക്കിയില്ലെന്ന് ചോദിക്കുന്നത്. ഗലാത്യർ 4:10 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് സുവിശേഷത്തെ വൃഥാവിലാക്കിക്കൊണ്ട് ഇപ്പൊ കല്യാണം ഇറങ്ങാനുള്ള സമയമാണ്. നമുക്ക് ക്രിസ്ത്യൻസിന് വല്ല സമയമുണ്ടാ, പ്രാർത്ഥന തീരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങും. അപ്പം കുറേ ദുർക്കിളവന്മാർ അവിടെ നിന്നിട്ട് പെയ്തും പെരക്കും തോന്നിയ വശമൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു എന്താണെന്ന് അറിയത്തില്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന സുവിശേഷവിധമായ പുനഃക്രമീകരണം എന്താണെന്ന് അറിയത്തില്ല. ഇവർക്കുമാർക്ക് ക്രിസ്തുവിന് വിശ്വാസമില്ല, എന്നിട്ട് വേഷം കണ്ടി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. എൻ്റെ ദൈവവേദനയെ നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ കൂടെ ലോകത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അലബലാതി വിശ്വാസങ്ങളെല്ലാം നീ വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം. അപ്പം പടിപടിയായിട്ട് ക്രിസ്തുവിൽ വളരുകയും നമ്മൾ ജീവിതത്തെ 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് ജാൻസ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ മാട്ര സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം, എൻ്റെ അമ്മയ്ക്ക് യൂട്രസ് ക്യാൻസർ ആയിരുന്നു, ഫാദർ മുള്ളേഴ്സിലായിരുന്നു. അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പ്രായം അധികമായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. 1 മാസത്തോളം വീട്ടിൽ കിടന്നു, ഭക്ഷണം കഴിക്കത്തില്ല, വായിന്ന് പയ്യനെ പച്ച നിറത്തിൽ ഛർദ്ദി തുടങ്ങി, ലൂസ് മോഷൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ക്ലാസ്സും ധ്യാനവും കൂടുമായിരുന്നു. അപ്പം ഒരു മെയ് മാസത്തിൽ അച്ഛൻ പറഞ്ഞു,
ഇന്ന പോലത്തെ അസുഖങ്ങളുള്ള ഒരാളെ, രോഗിയെ, ഒരമ്മേനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മയാണ്. അങ്ങനെ അമ്മേനെ ബെഡിൽ നിന്ന് ഞാൻ കൃപാസനത്തിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പക്ഷേ ആരും സമ്മതിച്ചില്ല. എങ്കിലും ട്രെയിനിന് കയറ്റി അമ്മേനെ കൊണ്ടുവന്നു. അന്നമ്മ ഈ നടുഭാഗത്തായിട്ട് ആ കസേര 2 മാറ്റിയിട്ട് അവിടെ കിടക്കുമായിരുന്നു. അമ്മയ്ക്ക് ആകെ കുടിക്കാവുന്നത് കരിക്കും വെള്ളവും പിന്നെ ഗോർലസ് പൊടി കലക്കിയും ഗ്ലൂക്കോസ് പൊടി കലക്കിയും കൊടുക്കുമായിരുന്നു. അത് ശകലിച്ചേ കുടിക്കും. അങ്ങനെ അവിടെ കിടന്നു. വൈകുന്നേരം വരെ അവിടെ ഇച്ചിരിച്ചേ കൊടുത്ത് കിടന്നു. ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് പൂശി അമ്മേൻ്റെ നെറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ച സമയം മുതൽ അമ്മ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. അതിനുശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയതേ അമ്മ കഞ്ഞി ചോദിച്ച് മേടിച്ച് കുടിച്ചു. ഇന്നിപ്പോൾ 2.5 വർഷമായി അമ്മ അന്നത്തേനേക്കാളും 4 ഇരട്ടി ആരോഗ്യത്തിലും കൃപാസനത്തിൽ ഇടയ്ക്ക് വരുന്നുമുണ്ട്. ആ അമ്മയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും പറഞ്ഞിരുന്നു, കാണാൻ വരുന്നവരൊക്കെ പറയുമായിരുന്നു ഇനി അടുത്തത് പോകാനാകുമ്പം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞാണ് ദൂരെയുള്ളവരൊക്കെ കണ്ടേച്ച് പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല. കാറ്, ബസ് ഇങ്ങനെയുള്ളതൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്കപ്പം ഓക്സിജൻ കിട്ടാതെ വരും. ഞാൻ ഓക്സിജൻ കിട്ടാതെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവർ ഓക്സിജൻ വെച്ച് തരണം, എങ്കിലേ എനിക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഞാൻ ഒരു ദിവസം യാത്ര ചെയ്തപ്പം എനിക്ക് കൃപാസനോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ബസ്സിൽ നിന്ന് ഇവിടെ കൃപാസനത്തിൽ നിന്ന് വരുന്ന ബസ്സായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ അഡ്മിറ്റാക്കുകയും ഞാൻ തിരിച്ചു പോവുകയും കൃപാസനത്തിൽ വരാതെ തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ വന്നു. അന്ന് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, എന്നെങ്കിലും എന്നെ കൃപാസനത്തിൽ വന്നാൽ എൻ്റെ ഈ അസുഖം മാറ്റിയെടുക്കണമെന്ന്. അങ്ങനെ ഞാൻ അമ്മയുടെ ഉപ്പ് സ്ഥിരമായി ഉപയോഗിച്ചു. ഇന്നിപ്പം എനിക്ക് എത്ര ദൂരം യാത്ര ചെയ്താലും ഏത് വണ്ടിയെ പോയിരുന്നാലും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. മൂന്നാമതായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2-3 ബസ് കയറിയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം അമ്മയുടെ പത്രം വേല ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഈ കാശ് രൂപം എനിക്ക് നഷ്ടപ്പെട്ടു. എവിടെ നഷ്ടപ്പെട്ടു, എങ്ങനെ നഷ്ടപ്പെട്ടു? 3 ബസ് കയറി ഞാൻ പോയത് കാരണം എനിക്കൊന്നും അറിയില്ല. അങ്ങനെ അന്ന് നല്ല മഴക്കാലം, ഒരു ജൂലൈ മാസമായിരുന്നു. ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ വീട്ടിലെത്തുമ്പോഴാണ് ഇത് അറിയുന്നത്, കാരണം ഞാൻ എൻ്റെ മാലയിലാണ് ഇട്ടത്. അതുകൊണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർത്തുണ്ട്, മാലയിലിട്ടാൽ അത് ആഭരണവും കയ്യിൽ പിടിച്ചാൽ ആയുധമാവും. അപ്പോൾ എൻ്റെ അവസ്ഥയിൽ ഞാൻ ഓർത്തു എനിക്ക് ആയുധമാണ് വേണ്ടിയത്, ആഭരണമല്ല എന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, അമ്മ സഞ്ചാരി മാതാവാണല്ലോ, അതുകൊണ്ട് എനിക്ക് ആകെ നോക്കാൻ പറ്റുന്ന ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കയറി അത്രയും സ്ഥലമേ എനിക്ക് പറ്റുള്ളൂ. ബാക്കി മുഴുവനും യാത്ര ബസ്സിലാണ്. അപ്പോൾ എനിക്കറിയത്തില്ല ഏത് ബസ്സിൽ കയറി എവിടുന്ന് ഒന്നും അറിയത്തില്ല. ഇത്രയും ദൂരത്തിനുള്ള അമ്മ മാതാവ് സഞ്ചാരി മാതാവാണ്, എൻ്റെ മുന്നിൽ വന്ന് കിടക്കണം, ഞാൻ എടുത്തോളാം, ഞാനത് സാക്ഷ്യവും പറഞ്ഞോളാം എന്ന്. അങ്ങനെ ഞാൻ ഞായറാഴ്ച രാവിലെ 6:30 കുർബാനയ്ക്ക് 6:10 വീട്ടിൽ നിന്ന് ഇറങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി ഇറങ്ങി. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി തീർന്നില്ല. അതിന് മുമ്പ് ടൗണിൽ 3 ഇങ്ങനെ കവലയുള്ളവർക്ക് നടുക്ക് ഈ മഴക്കാലത്ത് ഈ കാശ് രൂപ അവിടെ കിടക്കുന്നു. ഞാൻ അപ്ലൈ എടുത്തു. എനിക്കത് നല്ല ഉറപ്പുണ്ട്, അത് അമ്മ മാതാവ് എടുത്ത് എവിടുന്നേലും കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഈ കാശുരൂപം കണ്ടാൽ എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഈ ഉടമ്പടി കാശുരൂപം അത്രമേൽ സ്ഥലത്താണ് കിടന്നത്. അന്ന് മുതൽ ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കാശുരൂപം പിന്നീട് കൈ ഇങ്ങനെ കൊന്തേ കോർത്ത് അന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് അമ്മേനോട് എന്ത് ചോദിച്ചാലും അമ്മ തരും. ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മേ, എനിക്കൊത്തിരി ഏജായി, എനിക്കൊരു ജോലിയൊന്നുമില്ല, എൻ്റെ മക്കളെ പഠിക്കണം. അമ്മ അത് ഏറ്റെടുത്ത് എനിക്കൊരു ജോലി തന്നു. അതിനുശേഷം ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മേ, എനിക്ക് വണ്ടി ഓടിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കാർ വാങ്ങാനുള്ള യാതൊരു മാർഗ്ഗവുമില്ല. അതും അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഇന്നിപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്വന്തമായിട്ട് എനിക്കൊരു ശകലം ദൂരമെങ്കിലും വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന്. ഇന്ന് ഞാൻ ഒരുപാട് ദൂരം വണ്ടി ഓടിക്കുന്നുണ്ട്. എൻ്റെ അമ്മ മാതാവാണ് എനിക്കത് സാധിച്ചു തന്നത്. എനിക്ക് കിട്ടിയ ദൈവവചനം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റേതാണ്. രണ്ടാമത് എനിക്കൊരു വചനം കിട്ടിയത്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നാണ്. ആ 2 വചനം കിട്ടുമ്പോഴും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് അമ്മ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇന്ന് ഈ ദിവസം 2 കൊന്ത ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കൊന്ത ചെല്ലി തീർത്തു. രണ്ടാമത്തെ കൊന്തയുടെ ആദ്യത്തെ രഹസ്യം തുടങ്ങിയപ്പം മുതൽ ഭയങ്കര സുഗന്ധാഭിഷേകം. കാരണം മുല്ലപ്പൂ ആണെന്ന് ചോദിച്ചാൽ അല്ല, പാരിയാതപ്പൂ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതിൻ്റെ 2ൻ്റെയും കൂടെ കൂടി ഒരു മണം. ആ ഒരു രഹസ്യം ചെല്ലുന്ന സമയം മുഴുവനും ആ റൂമിലുണ്ടായിരുന്നു. എൻ്റെ മോനും ആ സുഗന്ധാഭിഷേകം അനുഭവപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, കൃപാസന പേപ്പർ ഞാൻ തമിഴിലും കന്നഡയിലും മലയാളത്തിലും വാങ്ങിച്ച് ഓരോരുത്തർക്കും എനിക്ക് കിട്ടിയ അനുഭവം പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്.
പിന്നെ എൻ്റെ മോന് എവിടുന്നെങ്കിലും ഒരു ഡ്രസ്സോ 2 ഡ്രസ്സോ കിട്ടിയാൽ ഞാൻ അതിൽ നിന്ന് 1 എൻ്റെ മോന് കൊടുക്കും. 2 വാങ്ങിച്ചാൽ അതിൽ നിന്ന് ഞാൻ അവൻ്റെ അതേ പ്രായത്തിലുള്ള ആർക്കെങ്കിലും ഞാൻ കൊടുക്കും. അതുപോലെ ഞാൻ എനിക്ക് ചിലർക്ക് നമുക്ക് തന്നെ അറിയാം അവരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഞാൻ എന്നാലാകുന്ന ചെറിയ പൈസ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുക്കും. പിന്നെ ഞാൻ ചിലർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് രോഗികളെ സന്ദർശിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി, കോടാനുകോടി നന്ദി എന്നെ ഈ അൾത്താരയിൽ നിർത്താൻ സഹായിച്ചതിനും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ജാൻസ് എന്ന സഹോദരി ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറയുന്നത് വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. ജീവിതത്തിൽ നമുക്ക് ചിന്തിച്ചെടുക്കാനോ അല്ലെങ്കിൽ മനുഷ്യന് സാധ്യമോ ആയ കാര്യങ്ങളല്ല ജാൻസ് ഇവിടെ ഏറ്റുപറഞ്ഞത്. അമ്മയുടെ ഈ പ്രായത്തിൽ വളരെ ശക്തിയോടുകൂടി, വളരെ ആർജവത്തോടുകൂടി ഈ അൾത്താരയിൽ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെയും എല്ലാവരും കൈവിട്ടപ്പോഴാണ്. ഇനി ദൈവത്തിനു മാത്രമേ ഈ മകൾക്ക് ജീവൻ നൽകാനാവൂ എന്നുള്ള വലിയ ഒരു ഉറപ്പോടുകൂടി, അടയാളത്തോടു കൂടിയാണ് ഇന്ന് ജാൻസിൻ്റെ അമ്മ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അമ്മയുടെ ക്യാൻസർ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെടുകയും പക്ഷേ അമ്മയുടെ വീട്ടുകാരെല്ലാവരും വന്ന് ഇനി മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ കാണാൻ വരാം, അങ്ങനെ ഒരു അവസാന കാഴ്ച ജീവിച്ചിരിക്കുമ്പോൾ കണ്ടുപോയിട്ടുള്ളവരാണ്. ഇന്ന് അമ്മ ലോകം മുഴുവനും ഇന്ന് ഈ അമ്മയെ ഇന്നു മുതൽ കാണാൻ പോവുകയാണ്. കാരണം ഈശോ തന്നെ നേരിട്ട് സുഖപ്പെടുത്തിയ ഒരു അനുഭവമാണ്. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഈ അമ്മ എപ്പോഴും ഈശോയോട് നന്ദിയുള്ളവളായിരിക്കും. അവർക്കെല്ലാം ഇങ്ങനെയുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ ഇവിടെ വന്ന് നന്ദി പറയുന്നവരെല്ലാം നിത്യതയെ സ്നേഹിക്കുകയും നിത്യതയിലേക്ക് ഒരുങ്ങി ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അവർക്കാണ് ലാസറിനെ പോലെ വീണ്ടും ഒരു ജന്മം, വീണ്ടും ഒരു ജീവിതം നൽകുന്നത്. നമുക്കറിയാവുന്നതുപോലെ മർത്തയും മേരിയും കരഞ്ഞപ്പോൾ അവരുടെ കൂടെ ഈശോ കരഞ്ഞു എന്ന് നാം കാണുന്നുണ്ട്. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും ഈശോ കരയുന്നുണ്ട്. നമ്മുടെ ആ സങ്കടങ്ങളോട് ഈശോ ചേർന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ. കാരണം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ജീവൻ നൽകാൻ സാധിക്കുന്ന ഒരേ ഒരു നാമം അത് ഈശോ മാത്രമാണ്. ഈശോ ആണ് ഈ അമ്മയ്ക്ക് ഇന്ന് സൗഖ്യവും ജീവനും നൽകി അൾത്താരയിൽ നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ജാൻസിൻ്റെ ഒരു വലിയ അസ്വസ്ഥതയായിരുന്നു യാത്ര ചെയ്യുമ്പോൾ ഓക്സിജൻ ലെവൽ താന്നു പോകുന്ന ഒരു വലിയ അവസ്ഥ. ഇവിടെ ഉടമ്പടിയെടുത്ത് പോയതിന് ശേഷം ഈ മകൾ കൃത്യമായി പരിശുദ്ധ അമ്മയുടെ തൈലം നെറ്റിയിൽ പൂശുകയും തൻ്റെ ശ്വാസകോശത്തെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ഈ മകളുടെ ആ ഒരു അസുഖത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നൽകിയതായി ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്ക് വാഹനം ഓടിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. 4 വീലർ തന്നെ ഇന്ന് ഓടിക്കുവാനും വാഹനത്തിൽ യാത്ര ചെയ്യാനും ഉള്ള സാധ്യതകളും അനുഗ്രഹവും ഈ മകൾക്ക് ഇന്ന് നൽകിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി നഷ്ടപ്പെട്ടു എന്നുള്ളത് ആരുടെയെങ്കിലുമൊക്കെ കാശുരൂപം ഒരു സെക്കൻഡെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയെക്കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണ്. അതുതന്നെയാണ് ജാൻസിനുണ്ടായതും. പരിശുദ്ധ അമ്മയുടെ കാശുരൂപം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള സങ്കടത്തിൽ അമ്മ തന്നെ ഈ മകളുടെ വീട്ടിലേക്ക് തേടി കടന്നു വന്ന ഒരു വലിയ അനുഭവം ഈ മകൾ ഏറ്റുപറയുന്നു. നമ്മുടെ എത്ര തന്നെ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും ദൈവമാണ് എൻ്റെ പ്രയോറിറ്റി, എൻ്റെ വിഷയമല്ല. എൻ്റെ വീടോ വിവാഹമോ കുഞ്ഞുങ്ങളോ ജോലിയോ ഒന്നുമല്ല. എൻ്റെ പ്രഥമസ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഈശോയ്ക്ക് മാത്രമായിരിക്കും. പരിശുദ്ധ അമ്മ തന്നെ നമ്മെ ഈശോയുടെ അടുത്തേക്ക് നയിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും തന്നെ നമുക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. ജാൻസിൻ്റെ ഭയം നീങ്ങിപ്പോയത് അങ്ങനെയാണ്. ഇന്ന് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. വലിയ ഒരു സാക്ഷിയായി ഇന്ന് അമ്മ ഇവരുടെ വീട്ടിലുണ്ട്. ക്യാൻസർ രോഗം സൗഖ്യപ്പെടുകയും തൻ്റെ ഓക്സിജൻ്റെ ലെവൽ റെഗുലറൊക്കെ ആകുകയും ചെയ്ത വലിയ വലിയ അത്ഭുതങ്ങൾ ഏറ്റുപറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചുകൊണ്ട് കൃത്യമായി ഇടപെട്ടതിൻ്റെ സാക്ഷ്യം കൂടിയാണ്. നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. ജാൻസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും. ബിജു, ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകള്, ഇതെൻ്റെ അനിയത്തി. ഞാനിവിടെ കൂടെ വരാറുണ്ടായിരുന്നു. എൻ്റെ ആലയം
സകല മർത്തരുടെയും പ്രാർത്ഥനാലയം എന്നരുളി ചെയ്ത ഈ ആലയത്തിലേക്ക് ഞാനൊരു സെപ്റ്റംബർ മാസം ഞാനിവിടെ ഒരു സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. അന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. എനിക്കൊരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ സാക്ഷ്യം പറഞ്ഞു. അച്ഛനെ കണ്ടു, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശ് രൂപ തന്നു. അതെൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ പറഞ്ഞു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ അമ്മയോട് ഞാൻ പരാതി പറഞ്ഞിട്ട് പോയി. എനിക്ക് അത് തന്നിട്ടും ഭവനം തന്നിട്ടും ഞാൻ അമ്മയോടൊരു പരാതിയാണ് പറഞ്ഞിട്ട് പോയത്. അമ്മ, എനിക്കൊരു സ്ഥിര വരുമാന ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡിനും ജോലിയില്ല, എനിക്കും ജോലിയില്ല. ഞാൻ അടങ്ങുന്ന എൻ്റെ കുടുംബം 2 മക്കളും ജീവിത പങ്കാളിയും ഞാനും അടങ്ങുന്ന കുടുംബമാണ്. അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ട ജോലി ഇല്ലാത്തതിനാൽ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ആ സമയത്തൊക്കെ വിദേശത്ത് പോകാനായിട്ടൊക്കെ 3 പ്രാവശ്യം ഞാൻ VFS ഓഫീസിൽ പോവുകയും അത് റിജക്ഷൻ ആകുകയും ഏജ് ഓവറായെന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്ഷൻ ആക്കി വിടുകയും ചെയ്തു. അന്നൊക്കെ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ പ്രായം കഴിഞ്ഞു പോയി, എങ്കിലും അമ്മ വിചാരിച്ചാൽ അതൊന്നും പ്രായമൊന്നും ഒരു സാരവുമല്ല, എങ്കിലും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മയുടെ ഒരു തുള്ളി ഹോർമോൺ എൻ്റെ ശരീരത്തിലൊന്ന് വീഴ്ത്തി തന്നാൽ മതി, ഞാൻ പൂർണ്ണമായിട്ടും എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാനിങ്ങനെ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ റിജക്ഷൻ ആയി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ വിദേശയാത്രയെപ്പറ്റി ഞാൻ ചിന്തിക്കാറേ ഇല്ല. അത് വേണ്ട, എനിക്ക് എവിടെയെങ്കിലും ഈ ദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി തന്നാൽ മതി. ഞാൻ പല ഹോസ്പിറ്റലുകളിൽ ചോദിച്ചു. ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പല ഹോസ്പിറ്റലുകളിലും ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഏജ് ഓവറായി, അതുകൊണ്ട് ഇനിയും ജോലിക്കെടുക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിരാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നെ എനിക്കായിട്ട് എന്തെങ്കിലും ഒരു സ്ഥിര വരുമാന ജോലി അമ്മ തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊരിക്കൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായി. 7ാമത്തെ ഉടമ്പടി പുതുക്കി. 7ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴും ഈ നിയോഗം തന്നെ അമ്മയോട് വെച്ചു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഇളയ സിസ്റ്ററിൻലോ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി, കുവൈറ്റിലൊരു വേക്കൻസി ഉണ്ട്, ചേച്ചിക്ക് വരാൻ താല്പര്യമാണെങ്കിൽ അതൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഈ 3 പ്രാവശ്യം റിജക്ഷനായി, ഇത് 4ാമത്തെയാണ്, എന്താവുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ അങ്ങ് വെച്ചു. എൻ്റെ പാസ്പോർട്ടൊക്കെ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, ചേച്ചി പോകണം, പാസ്പോർട്ട് ഓഫീസിൽ പോകണം, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പേര് റോസമ്മ ആൻ്റണി എന്നാണ് ഒഫീഷ്യൽ നെയിം. അപ്പോൾ റോസമ്മ ആൻ്റണി എൻ്റെ ഫാദറിൻ്റെ പേരാണ് ആൻ്റണി. മാരീഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് റോസമ്മ മത്തായി ആയി. അപ്പോൾ അവിടെ പേരിന് ഇഷ്യൂ ആയി. അങ്ങനെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ആദ്യം കയറി ചെല്ലുമ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാ പോയി, അമ്മേ, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോവുക, അമ്മ എനിക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിച്ചു കൊള്ളണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പച്ചയോ നീലയോ ഡ്രസ്സിട്ട് ആരെങ്കിലും ഒരാളെ എനിക്കവിടെ കാണിച്ചു തരണം. അപ്പോൾ ഞാൻ വിശ്വസിക്കും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ എൻട്രി ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആരെയും കാണുന്നില്ല. എല്ലാവരും യൂണിഫോം ധരിച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രാർത്ഥന ഫലിച്ചിട്ടില്ല, അമ്മ എൻ്റെ പ്രാർത്ഥന ഒന്നും കേട്ടിട്ടില്ല, അമ്മയില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം ചെന്ന് എൻ്റെ പാസ്പോർട്ട് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ ആ സാറ് പറഞ്ഞു, നെയിം ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞു. നെയിം ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞുകൊണ്ട് അതെൻ്റെ തള്ളി മാറ്റി വെച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അതും കൊണ്ട് ഓരോ കൗണ്ടറിലും ചെല്ലുമ്പോഴത്തേക്കും അവരൊക്കെ പറയുന്നു, ഈ പേരിന് പ്രശ്നമാണല്ലോ, ഇത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കൗണ്ടറിലും കഴിഞ്ഞു പോയി ഇരിക്കുമ്പോഴത്തേക്ക് അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഞാൻ എന്നപ്പോഴത്തേക്ക് 11 മണിയാകുമ്പോൾ അച്ഛൻ്റെ ധ്യാനപ്രസംഗമുണ്ട്, അത് കൂടണം, അതിനു മുമ്പായിട്ട് എനിക്ക് പുറത്തിറങ്ങിയാൽ അത്രയും നന്ന് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്നപ്പോഴും എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, 11 മണിയാകുമ്പോൾ നിൻ്റെ കാര്യം ഓക്കെ ആകും, നീ വെയിറ്റ് ചെയ്യേ, 11 മണിയാകുമ്പോൾ ആകുമെന്ന്. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഫോണ് ഞാൻ ഓണാക്കി അച്ഛൻ്റെ ധ്യാനപ്രസംഗം തീരെ സൗണ്ട് കുറച്ച് ഞാൻ പതുക്കെ ചെവിയിൽ ഇങ്ങനെ വെച്ച് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പോയി അവിടോട്ട് ചെന്ന് ആദ്യമേ ഞാൻ ഈ 3 കൗണ്ടറും 4 കൗണ്ടറും കഴിഞ്ഞു. ലാസ്റ്റ് എൻ്റെ എഗ്രി ചെയ്യുന്ന അവിടേക്ക് ചെല്ലാൻ സമയത്ത് അച്ഛൻ്റെ ധ്യാനപ്രസംഗം കൂടുകയും ഞാൻ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു നീല ഡ്രസ്സ് ധരിച്ച ഒരു മേഡം. എനിക്കറിയില്ല എത്ര എനിക്ക് സന്തോഷമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. നീല ഡ്രസ്സും
ഷാളും ധരിച്ച് ഒരു മേഡം അവിടെ ഇരിക്കുന്നു. അതൊത്തിരി നല്ല സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന ആ മേഡം പറഞ്ഞു, മോളെ ഇതെനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഇതിപ്പം നെയിം ഡിഫിക്കൽട്ടാണല്ലോ കാണിക്കുന്നത്, ഇതിനന്നപ്പം മോളൊരു കാര്യം പോയിട്ട് ബാങ്കിൽ പോയി ഏതെങ്കിലും ഒരു റോസമ്മ ആൻ്റണിയുടെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം റോസമ്മ മത്തായിലാക്കി വെച്ചിരിക്കുക, അതുകൊണ്ട് ഇനി എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. ബാങ്കിൽ ഞാൻ ഇന്നിപ്പോൾ വിളിച്ച് ചോദിച്ചു. അപ്പം ഒരു പ്രാവശ്യം മേഡം എന്നെ പറഞ്ഞ് പുറത്ത് വിട്ടു. ഞാൻ ഇറങ്ങി പുറത്ത് പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ബാങ്കിൽ പോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ശാലം ദേഷ്യക്കാരനായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തോ ഈ പറയുന്നത്, ഇപ്പം നമ്മൾ ബാങ്കുകാരോട് പറഞ്ഞാൽ ഇത്രയും കോടികളുടെ അവർ കൈകാര്യം ചെയ്യുന്ന അവർ നിനക്കിത് ഉടനെ അങ്ങ് മാറ്റിത്തരുമോ, എന്തോ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പം ഞാൻ തിരിച്ച് ചെന്നിട്ട് ഞാൻ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെയ്തു തരാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. പക്ഷെ മേഡം എന്നിട്ടും എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യുക, ഇച്ചിരി നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വെയിറ്റ് ചെയ്തിരിക്കുക, അന്നപ്പോൾ എനിക്ക് ധ്യാനപ്രസംഗവും കൂടാവല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ജോസഫച്ചൻ പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാകുമെന്ന് അവിടെ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാനിങ്ങനെ ആ ധ്യാനപ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിത് ഉറപ്പായിട്ടും കിട്ടുമെന്ന്. എന്നിട്ട് ഞാൻ അടുത്ത് എനിക്ക് ഇങ്ങനെ തടസ്സം വന്ന് നിൽക്കുന്നത് കാരണം ഞാൻ ബാത്റൂമിൽ പോയി ഒന്ന് ഫേസ് കഴുകണമെന്ന് തോന്നി. ഞാൻ ഒന്ന് മുഖം കഴുകാനായിട്ട് ചെന്നു. എൻ്റെ കൈ നനച്ചിട്ട് എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി ഉപ്പായിരുന്നിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി ഉപ്പ് ഇവിടെ വിതറുന്നതിനേക്കാട്ടി നല്ലത് കയ്യിൽ ശാലം വെള്ളമെടുത്ത് അത് ലിക്വിഡ് ആക്കിയിട്ട് അതിങ്ങനെ അങ്ങ് തളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്നെ അടുത്ത് അത് ശകലം ഉപ്പെടുത്ത് കയ്യിലെടുത്തു. എന്നിട്ട് ഞാൻ അതിങ്ങനെ ആ മേഡത്തിൻ്റെ ഓഫീസിലോട്ട് ഇങ്ങനെ ആനാമ്പള്ളം തളിക്കുന്ന പോലെ ഞാൻ അങ്ങ് തളിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അവിടെ ഇരുന്ന് ആ ഉപ്പ് തളിച്ചതിന് ശേഷം എന്നെ മേഡം വിളിച്ചിട്ട് പറഞ്ഞു, റോസമ്മ ഇങ്ങ് വന്നേ. എന്നിട്ട് ഞാൻ കയറി ചെന്നപ്പോൾ പറഞ്ഞു, ഞാനിവിടുന്ന് ഇത് എഗ്രിയാക്കി വിടാം, പക്ഷേ ഇത് പോലീസ് ഓഫീസർമാരുടെ കയ്യിൽ കിട്ടിയാൽ എന്താകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആദ്യം നെയിം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ ആ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ, അത് ഓഫീസർമാർ നോക്കിക്കോളും, നമുക്കിതങ്ങ് സാങ്ഷനാക്കി വിടാമെന്ന് പറഞ്ഞുകൊണ്ട് മേഡം അത് എഗ്രിയാക്കി വിട്ടു. അതെനിക്ക് അവിടെ ഞാൻ ഉപ്പ് ലിക്വിഡാക്കി ആനാമ്പള്ളം തളിക്കുന്നത് പോലെ ഞാനിവിടെ തളിച്ചതിന് ശേഷം ഉണ്ടായ ഒരനുഭവ സാക്ഷ്യമാണ് എനിക്കിത്. അതിനുശേഷം ഓഫീസ് പോലീസ് വെരിഫിക്കേഷന് വരുമ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നമാവുമല്ലോ. അന്നപ്പം എന്നോട് മേഡം പറഞ്ഞു, ഇപ്പം തന്നെ പോയി ആലപ്പുഴ പോലീസ് ഓഫീസ് അവിടെ പോയി ഒന്ന് സംസാരിച്ചേക്കാൻ പറഞ്ഞു. ഞാനവിടെ സംസാരിക്കാൻ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ, എടി നിൻ്റെ സഹോദരൻ അവിടെ ഉണ്ടല്ലോ, നീ സഹോദരനോട് സംസാരിക്കുക എന്ന്. അപ്പം ഞാൻ എൻ്റെ പേരപ്പൻ്റെ ഭാര്യ ആൻറ്റി വീണു, കാലൊടിഞ്ഞ് ആൻറ്റിയെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ അവിടെ പോകുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ ആൻറ്റിയുടെ മരുമകളുടെ ആങ്ങള ഇവിടെ ആലപ്പുഴയിലെ പോലീസുകാരനാണ്. അപ്പം ഞാൻ ആ ബൈജു സാറിന് വിളിച്ച് പറഞ്ഞു, സാറേ ഇങ്ങനെ എനിക്കൊരു നെയിം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്, അവരിവിടുന്ന് സാങ്ഷൻ ആയിട്ടുണ്ട്, അത് പോലീസുകാരുടെ കയ്യിൽ വരുമ്പോഴത്തേക്ക് അതിന് പ്രശ്നം വല്ലതും ആകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ലാതെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു. ഇന്ന് വരെ എനിക്കൊരു കുഴപ്പവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടി. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇപ്പോൾ ഈ കുവൈറ്റിലേക്കാണ് ഞാൻ പോകാനായിട്ടിരിക്കുന്നത്. ആ കുവൈറ്റിലേക്ക് പോകുന്നതിന് അവിടുത്തെ സാറ്റലൈറ്റ് എല്ലാം പോയി കിടക്കുന്ന എയർപോർട്ടിൽ ഒന്നും പ്ലെയിൻ ഇറങ്ങുന്നില്ല. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു പ്രയാസം തോന്നിയില്ല, കാരണം ഇതെൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നതാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അമ്മ തക്ക സമയത്ത് അവിടെ നിന്ന് ഇടപെട്ടുകൊള്ളും. അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഞാൻ അമ്മയുടെ സന്നിധിയിലും എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലും എളിമപ്പെട്ടിരിക്കുക. അവിടെ നിന്നെല്ലാം നോക്കിക്കോളൂ, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂന്ന് അവിടുന്ന് ഞാൻ വിശ്വസിച്ചു. കൂടാതെ എൻ്റെ കർത്താവിനോട് ഞാൻ പറയുമായിരുന്നു, കർത്താവിൻ്റെ
ഞാൻ പറയുന്നത് ഒന്ന് മാത്രം, ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഉരുവിടുമായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നവരെ ആരെയും അവിടുന്ന് ഉപേക്ഷിക്കത്തില്ല. ആദ്യം മുതൽ അവസാനം വരെ വരുന്നവർക്ക് ഒരേപോലെ ധനാറ കൊടുത്ത് അനുഗ്രഹിച്ച കർത്താവ്, ഒരു മുഖഭാവവും നോക്കാതെ കൊടുക്കുന്ന കർത്താവല്ലേ, അതെനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ടിക്കറ്റിന് ഞാൻ പലയിടത്തും അപ്ലൈ ചെയ്തു. സൗദി വഴി പോകണം, അതിനൊക്കെ 1 ലക്ഷം രൂപ ചിലവാണ്. സാമ്പത്തികമായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയം. അങ്ങനെയൊക്കെ ഇരിക്കുന്നതിനാൽ എനിക്കത് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ അമ്മ മാതാവിൻ്റെ എൻ്റെ ഒരു ഫോട്ടോയുണ്ട്. അമ്മയുടെ സന്നിധിയിൽ ചെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു, അമ്മേ എന്താ അമ്മേ, എല്ലായിടത്തും എല്ലാം പ്രശ്നങ്ങളാണല്ലോ, ഇനി എന്താ ഞാൻ പോകണ്ടെന്നാണോ അമ്മയുടെ വിചാരം? മെയ് 13 ആകുമ്പോൾ എൻ്റെ വിസയുടെ കാലാവധിയും തീരും, എന്തായാലും അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ കൊടുത്ത ഏജൻസിയിൽ ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തന്നു. 27-ാം തീയതി രാവിലെ 11 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ട്രിവാൻഡ്രത്തുനിന്ന് എനിക്ക് 6:30 ഫ്ലൈറ്റാണ്. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം അമ്മ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമതായി, ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും തേനുമൊക്കെ എപ്പോഴും ഞാൻ ഉപയോഗിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെയാണ് അവർക്ക് പുരട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മകൻ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഞാൻ പറയും, തേൻ കഴിക്കുമ്പോൾ എല്ലാ രോഗവും മാറും. പക്ഷെ അവരെന്നെ കളിയാക്കും, അമ്മയ്ക്ക് എന്താ ഇതൊക്കെയാണോ മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ കളിയാക്കും. എങ്കിലും അതിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അവർ പറയും, ആ അമ്മ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞ് അവരത് കഴിക്കുകയും ചെയ്യും. വിശ്വാസത്തോടു കൂടി ഞാൻ പ്രഭാത പ്രാർത്ഥനയിലും മക്കളോട് പറയും, മക്കൾ പ്രാർത്ഥിക്കും. മകളാണേലും എപ്പോഴും പ്രാർത്ഥിക്കും. മകനാണെങ്കിൽ ആ പ്രഭാത പ്രാർത്ഥനയിലൊന്നും ഇരിക്കത്തില്ല, പക്ഷേ സന്ധ്യാപ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഇരിക്കുകയും അവനാണ് തിരി കത്തിക്കുന്നത്. പച്ചത്തിരി കത്തിക്കുന്നത് അവനാണ് കത്തിക്കുന്നത്, വേറെ ആരും അത് കത്തിക്കത്തില്ല. അവനെക്കൊണ്ട് തന്നെയാണ് ഞാനത് കത്തിക്കുന്നത്. അങ്ങനെ കത്തിച്ച് അതും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഏത് സ്ഥലത്ത് പോയിട്ട് വന്നാലും എൻ്റെ പ്രാർത്ഥന ഞാൻ മുടക്കാൻ സമ്മതിച്ചിട്ടില്ല. അതൊരു സമയം ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ദിവ്യബലി, എൻ്റെ ദിവ്യബലിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ദിവ്യബലി പോലും മുടക്കില്ല. അത് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ചു വളർന്നു. എന്നെ കെട്ടിച്ചത് ഓർത്തഡോക്സ് വിശ്വാസത്തിലാണ്. പക്ഷേ ഇടക്കാലം കൊണ്ട് എൻ്റെ കാലിന് വേദന വന്നു. ഞാൻ ആ പള്ളിയിൽ പോക്ക് ചില സമയങ്ങളിൽ എൻ്റെ ഓർത്തഡോക്സ് പള്ളിയിൽ പോകാതെ കത്തോലിക്ക പള്ളിയിൽ പോകും. അപ്പം ഞാനങ്ങനെ ഒരു ദിവസം ഞാൻ വെള്ളിയാഴ്ച ദിവസം കുർബാനയിൽ നിൽക്കുമ്പോൾ അവിടെ ചാപ്പലിൽ കുർബാന ആരാധനയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാൻ പള്ളിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ ഈ തിരുശരീര രക്തം ഞാൻ ഭക്ഷിക്കാനായിട്ട് ഒരുങ്ങുക. അത് ഞാൻ ഭയങ്കര ഭക്തിയോടുകൂടി മാത്രമേ പോകത്തുള്ളൂ. വെള്ളം പോലും ചില സമയം വെള്ളം മാത്രം കുടിച്ചേ ഞാൻ പോകത്തുള്ളൂ, അല്ല ഭക്ഷണം കഴിച്ചൊന്നും ഞാൻ കുർബാന അനുഭവിക്കത്തില്ല. അതെനിക്കിഷ്ടവുമല്ല. ഉപവാസത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുശരീരം ഭക്ഷിക്കത്തുള്ളൂ. ഞാൻ ആ തിരുശരീര രക്തം എൻ്റെ വായിലേക്ക് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പാ, ഞാനിവിടെ കുർബാന ഭക്ഷിക്കാൻ വന്നിരിക്കുന്നു. ഇതിലെൻ്റെ അപ്പനുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമായി എൻ്റെ കൂടെ എനിക്കൊരടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ ഈശോയുടെ തിരുശരീര രക്തം ഭക്ഷിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് വന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സുഗന്ധാഭിഷേകം തന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ളത്. അത് ഞാൻ ചുമ്മാതെ നിന്ന് വായിൽ മേടിക്കുകയൊന്നുമല്ല, ഞാൻ ശരിക്കും കുരിശ് വരച്ച് മാത്രമേ ഞാൻ എൻ്റെ തിരുശരീര രക്തം എൻ്റെ വായിൽ ഭക്ഷിക്കുകയുള്ളൂ. അത് ഭക്ഷിച്ചു. ഞാനത് വായിലേക്ക് എടുത്തപ്പോൾ ഞാൻ എൻ്റെ നാക്ക് നീട്ടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ, ഞാനിത് വേണ്ട ഭക്ഷിക്കുക, എൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം തരണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. എൻ്റെ അപ്പനെ ഭക്ഷിക്കുന്നതാണ് എനിക്കുള്ള മരുന്ന്. ഞാനൊരു മരുന്നും, പ്രിയമുള്ളവരെ, ഞാൻ അധികമായിട്ടൊന്നും കഴിക്കാറില്ല. ഞാൻ കഴിക്കുന്ന തൈറോയിഡിൻ്റെ ഒരു ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് വലിയ കൂടുതലൊന്നുമില്ല, എങ്കിലും അത് കഴിക്കണമെന്ന് പറയുന്നത് കൊണ്ട് ഒന്നിക്കൊന്നൊരടവൊക്കെ ഞാൻ കഴിക്കുമെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കർത്താവ് എനിക്കൊരു രോഗവും എൻ്റെ ഈ സമയം വരെയും എൻ്റെ തമ്പുരാൻ തന്നിട്ടില്ല. പിന്നെ എൻ്റെ കാലിൻ്റെ വേദന വന്നു. കാലിൻ്റെ വേദന വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രഭാത പ്രാർത്ഥനയിലെ നമ്മളുടെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ കാലിൻ്റെ മുട്ടിന് താഴോട്ട് വേദനയുള്ള സഹോദരങ്ങളെ, കർത്താവ്
കർത്താവ് തൊടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മേ, ഞാൻ അവിടെ നിന്നിട്ട് വലിയ വായിൽ പൊട്ടി അങ്ങ് കരഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ വേദനയാണല്ലോ അച്ഛൻ പറഞ്ഞത്, അത് ഞാനായിരിക്കണം ഒരാളെന്ന് വിചാരിച്ചു. ഞാൻ എന്നിട്ട് അത് വിശ്വാസത്തോടു കൂടി തൈലമെടുത്ത് എൻ്റെ കാലിൽ തേച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ രാത്രിയിൽ എഴുന്നേറ്റാൽ താഴോട്ട് കാല് കുത്തണമെങ്കിൽ ഞാൻ ഈ കള്ളുകൂടിയന്മാരെങ്ങനെ കറങ്ങി നടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കറക്കമാണ് ഞാൻ കറങ്ങിക്കൊണ്ടിരുന്നത്. അച്ഛൻ പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ആ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് അതിവേദനയൊന്നുമില്ല. അങ്ങനെ എൻ്റെ കാര്യവും എൻ്റെ കർത്താവ് പരിശുദ്ധ തൈലം തേച്ചും ഉപ്പ് കഴിച്ചും തേൻ കഴിച്ചുമൊക്കെ എനിക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. അതിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന, കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുന്നത്, പത്രം കൊണ്ടുപോയിട്ട് ഞാനത് വെച്ചിട്ട് ആദ്യമൊക്കെ പള്ളികളിലുമൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ പത്രം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയും, അമ്മ, ഇത് ആരുടെ കൈകളിൽ കൊടുക്കണം എന്നുള്ളത് അമ്മ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഞാൻ ഇഡലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിക്കൊണ്ട് ഈ പത്രവുമായിട്ട് പുഷ്പേരി ആശുപത്രി ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പോയി അത് അവർക്കെല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഈ പത്രം കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ പത്രം നിങ്ങൾ വായിക്കാതെ എടുത്തും ചുരുട്ടി അവിടെ ഇങ്ങും വെക്കുകയൊന്നും ചെയ്യല്ലേ, നിങ്ങളുടെ പ്രയാസം എന്താണോ അത് വെച്ച് പ്രാർത്ഥിച്ച് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അത് ഞാൻ പ്രാർത്ഥിച്ചേ കൊടുക്കാറുള്ളൂ. അങ്ങനെയും ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തി ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അത് അങ്ങനെ അർഹതപ്പെട്ടവരാണെന്ന് കണ്ടാൽ ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവരെ സഹായിക്കുകയും ചെയ്യും. പൈസയായിട്ടും സാരിയൊക്കെ ആണെങ്കിലും ആര് വന്ന് ചോദിച്ചാലും സാരി കൊടുക്കും, ഡ്രസ്സ് വന്ന് ചോദിച്ചാൽ ഡ്രസ്സ് കൊടുക്കും. മക്കളുടെ ഡ്രസ്സാണേലും ഇരിക്കുന്നത്, ആരെങ്കിലും വന്ന് ചോദിക്കുക മക്കൾക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞാൽ അവർക്കും ഞാൻ എടുത്തു കൊടുക്കും. അതിനൊക്കെ എൻ്റെ മക്കൾ പറയും, അമ്മ, എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് അവർക്കൊക്കെ കൊടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ഞാൻ പറയും, മോനെ, നിൻ്റെ രണ്ടുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ ചെയ്യണം മോൻ, എന്നപ്പോൾ ഇതിലും കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് അവരെ ഞാൻ ആ ധൈര്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-39 തിരുവചനങ്ങൾ. യേശു അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. ഷിനി ബിജു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, എത്ര തന്നെ അനുഗ്രഹം നൽകിയാലും മകൾ ഒരു പരാതി പെട്ടിയുമായിട്ടാണ് എപ്പോഴും. എനിക്കത് തന്നില്ലല്ലോ, എനിക്കത് ലഭിച്ചില്ലല്ലോ എന്നുള്ള ഒരു വലിയ സങ്കടമാണ് എപ്പോഴും. പക്ഷേ ഞാൻ എന്തുമാത്രം ഈശോയ്ക്ക് കൊടുത്തു എന്ന് ചിന്തിക്കുവാൻ സമയമെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായി നൽകാൻ സാധിച്ചില്ലെങ്കിലും എപ്പോഴും നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു വലിയ കൃപയാണ് ഷിനിക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരം നൽകി ജീവിതഭാരം ലഘൂകരിച്ച ഒരു സാക്ഷ്യമാണിത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ ഏജ് ഓവറായിട്ടും ഈ മകൾക്ക് വിദേശത്ത് പോകാനുള്ള ഒരു വലിയ സാധ്യതയുടെ വഴി അമ്മ തുറന്നു കൊടുക്കുകയും മകൾക്ക് വിദേശത്ത് പോകാനുള്ള വലിയ അനുഗ്രഹം നൽകിയതിനുമാണ് ഈ മകൾ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ പാസ്പോർട്ടിലുള്ള കറക്ഷനെ കുറിച്ച് മകൾ ഏറ്റു പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആ പ്രബോധനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നിൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടാകും. അച്ഛൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെപ്പോഴും എല്ലാ ചൊവ്വാഴ്ചകളിലും ഓൺലൈനായി ഈ ധ്യാനം കൂടിയിരിക്കണം. ധ്യാനം കൂടുമ്പോൾ നമ്മുടെ പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്നത്. കാരണം അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനല്ല അത് പറയുന്നത്. ഈജിപ്തിൽ വെച്ച് പരിശുദ്ധ അമ്മ അച്ഛൻ്റെ നാവിനെയും സംസാരത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകിയ ഒരു പ്രത്യക്ഷം അച്ഛനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ്റെ ഈ പ്രബോധനങ്ങളിലെല്ലാം നമുക്കാവശ്യമായ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മകളുടെ ജീവിതത്തിലും പാസ്പോർട്ടിലുള്ള ആ പേരിൻ്റെ കറക്ഷൻ എവിടം വരെ എത്തിയെങ്കിലും ഇന്ന് മകൾക്ക് വിസയുമായി വിദേശത്ത് പോകാനുള്ള സാധ്യത ഒരുക്കിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവുമാണെന്ന് ഏറ്റുപറയുകയാണ്.
ഓരോ സമയത്തും വചനത്തിൽ അടിയുറച്ചൊരു വിശ്വാസം ഈ മകൾക്കുണ്ട്. ഹസ്ബൻഡ് വഴക്ക് പറയുകയാണ്, കാരണം ബാങ്കിൽ ഇത്രമാത്രം ജോലിയും കോടികളുടെ കണക്കുകളും ഉള്ളപ്പോൾ നിൻ്റെ ഒരു ചെറിയ പേര് നൽകാനോ അല്ലെങ്കിൽ അതിലൊരു കാര്യം നൽകാനോ അല്ല അവർക്ക് സമയം. പക്ഷേ അത് അമ്മയാണ് നമുക്ക് വേണ്ടി ഈശോയിൽ നിന്ന് നേടിത്തരുന്നതെന്ന് ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകാം. ജീവിത പ്രശ്നങ്ങൾ എത്ര തന്നെ വലുതായാലും അത് ഈശോയ്ക്ക് വളരെ തുലവും നിസ്സാരമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുകയാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴായാലും ഈ മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹം, ഈശോയുടെ ദിവ്യശരീരം എങ്ങനെ ഭക്ഷിക്കണം, വളരെ ആത്മാർത്ഥതയോടെ വളരെ ആർത്തിയോടെ ഈശോയെ സ്വീകരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യമെന്ന് ഈ മകൾക്ക് ഏറ്റുപറയാൻ മാത്രം ഉടമ്പടിയിൽ വളരുകയും വിശ്വസ്തത പാലിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം, ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ഈശോയെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമുക്കൊരിക്കലും ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് വെക്കരുതെന്നാണ് ഷീനിയുടെ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഷീനിയുടെ സാക്ഷ്യത്തിനായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ ഭൂമിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ വന്നു നിൽക്കാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ന ജോൺസൺ. ഞാൻ കൂത്താട്ടുകുളം ഹോളി ഫാമിലി ഫൊറാന ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 സെപ്റ്റംബർ 17-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് 2021 യൂട്യൂബിലൂടെയാണ്. ഞാൻ സ്ഥിരമായി ലീവിന് വരുമ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുമായിരുന്നു. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ 2024 ഓഗസ്റ്റിൽ ബഹ്റിനിൽ നിന്ന് ജോലി നിർത്തി നാട്ടിൽ വന്നു. ന്യൂസിലാൻഡിൽ പോയി അവിടുത്തെ ക്യാപ് കോഴ്സ് കഴിഞ്ഞ് ലൈസൻസ് എടുത്തു. 4 മാസം അവിടെ നിന്ന് ജോലി നോക്കി, അവിടെ നിന്ന് ജോലി കിട്ടിയില്ല. ഞാൻ ഓസ്ട്രേലിയ ലൈസൻസ് എടുത്തു, തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് 2 മാസത്തോളം ഞാൻ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാം റിജക്ഷൻസ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ്, കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന 2 ഫ്രണ്ട്സ് പറയുമായിരുന്നു, നീ ഉടമ്പടി എടുക്ക്. അപ്പോൾ ഈ ഉടമ്പടിയുടെ ക്രമങ്ങൾ കൃത്യമായി പാലിച്ചു പോകാനുള്ള മടി കൊണ്ട് ഞാൻ ഉടമ്പടി ഇപ്പോൾ എടുക്കുന്നില്ല, അല്ലാതെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞിരുന്നു. പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ഞാനൊരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്കത് പ്രത്യേക സാഹചര്യങ്ങളാൽ പാലിച്ചു പോകാൻ പറ്റിയില്ല. അതെൻ്റെ തെറ്റാണ്. അങ്ങനെ എന്നെക്കൊണ്ട് എൻ്റെ മെറിറ്റിൽ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ 2025 സെപ്റ്റംബർ 17-ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആ സമയത്ത് ബഹ്റിൻ്റെ ഇൻ്റർവ്യൂ പാസ്സായിരിക്കുമായിരുന്നു, കുവൈറ്റിൻ്റെ ഇൻ്റർവ്യൂ പാസ്സായിരിക്കുമായിരുന്നു. ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഉടമ്പടിയിലേക്ക് അമ്മ എന്നെ നയിക്കുന്നതാണ്, ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയിൽ എല്ലാ ഇത് ഞാൻ പാലിക്കുമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതായത് എനിക്കൊരു ക്ഷമാസഹനം ഒന്നുമില്ലായിരുന്നു. ഉടമ്പടിയുടെ ക്രമങ്ങളെല്ലാം പാലിക്കുമ്പോഴും ഞാൻ വഴക്കിടാറുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും ക്ഷമയില്ലാത്തൊരു സ്വഭാവമായിരുന്നു എൻ്റേത്. അങ്ങനെ ഉടമ്പടിയിൽ പിന്നെ ഒരു കാര്യം, എൻ്റെ ചേച്ചിയായിട്ട് ഞാനൊരു പിണക്കത്തിലായിരുന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ധ്യാനത്തിലൂടെ നമ്മൾ ആരോടെങ്കിലും വഴക്കിട്ടോ പിണങ്ങി ഇരുന്നെങ്കിൽ അത് മാറ്റണം, എങ്കിലേ ഉടമ്പടി പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു ജോലി കിട്ടി ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ചേച്ചിയോട് മിണ്ടും, അതുവരെ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞു. പക്ഷേ അതെൻ്റെ തെറ്റായൊരു തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 3 മാസത്തെ ഉടമ്പടി കാലയളവ് കഴിഞ്ഞു. അപ്പം നാട്ടുകാരൊക്കെ ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ട് നിനക്ക് ജോലി കിട്ടിയില്ലല്ലേ എന്ന് പറയുന്നവരോട് ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ജോലി കിട്ടാത്തത് മാതാവിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല, ഞാൻ ശരിക്കും ചെയ്യാത്തതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് തരാത്തത്. അങ്ങനെ ഉടമ്പടി പുതുക്കാനായിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ നാട്ടിലെ സാഹചര്യത്തിൽ ജോലിയില്ല, പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ ശരിക്കും ഉടമ്പടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിട്ട് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി പൊക്കോളാമെന്ന് മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ഒരു 1.5 മാസക്കാലം ഞാൻ ഉടമ്പടി പുതുക്കാതെ നടന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് അൽഫോൻസ എന്നാണ് പേര്, ചേച്ചി എന്നെ രാത്രി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഉടമ്പടി പുതുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എൻ്റെ സാഹചര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, സാരമില്ല, അങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ വരും, നീ ക്ഷമിക്ക്, നീ ഉടമ്പടി പുതുക്ക്, മാതാവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഒരുപാട് വിഷമം വന്ന് ഞാൻ കരഞ്ഞ് മാതാവിനോട് സോറി പറഞ്ഞു, ഞാൻ ഏറ്റവും അടുത്ത ദിവസം വന്ന് ഉടമ്പടി പുതുക്കിയേക്കാം, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു.
അന്ന് രാത്രി കിടന്നുറങ്ങി എണീക്കുന്ന രാവിലെ 5:30 അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയത്ത് എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ചേച്ചിയുടെ കൂടെ ചേച്ചിക്ക് ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാപനത്തിൽ ഓസ്ട്രേലിയയിൽ ജോലി വേക്കൻസി ഉണ്ട്, നീ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്തു. ലിങ്ക് കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ അതിൽ കിട്ടി. അങ്ങനെ ആ ജോലി ഏകദേശം സെലക്ട് ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്ന ദിവസത്തിൻ്റെ തലേന്ന് എൻ്റെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിയൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട്, നീ ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, അമ്മേ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, എങ്കിൽ ശരി നീ പോയിക്കോ, വേറൊരു ദിവസം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി അമ്മ ഉദ്ദേശിക്കുന്നത് ഞാൻ ചേച്ചിയായിട്ടുള്ള പിണക്കം മാറ്റിയിട്ട് കൃപാസനത്തിൽ വരാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ കൃപാസനത്തിൽ അന്ന് വരാതെ ചേച്ചിയുടെ അടുത്ത് പോയി സംസാരിച്ച് പ്രംഗങ്ങളെല്ലാം മാറ്റി ഏറ്റവും അടുത്ത ദിവസം വന്ന് ഉടമ്പടി പുതുക്കി. ഉടമ്പടി പുതുക്കിയിട്ട് ഫെബ്രുവരി 16 ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഇന്ന് ഏപ്രിൽ 24 ആയതേ ഉള്ളൂ. ഈ 2 മാസം കൊണ്ട് എൻ്റെ ഓഫർ ലെറ്റർ വന്നു, മെഡിക്കൽ കഴിഞ്ഞു, ഇന്നലെ എൻ്റെ വിസ വന്നു ഓസ്ട്രേലിയക്കുള്ളത്. അപ്പം ഇത്രയും ടൈം ഷോർട്ടനിങ് ചെയ്ത് തന്ന മാതാവിന് 1000 നന്ദി. ഞാൻ ഈ മെഡിക്കൽ ചെയ്തപ്പോഴും ഓഫർ ലെറ്റർ വന്നപ്പോഴും ഒക്കെ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ എൻ്റെ വിസ ഇന്നലെ വന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് ഈ മെഡിക്കൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ മെഡിക്കലിന് പറയുന്ന എല്ലാ ടെസ്റ്റുകളും ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം നോർമലായിരുന്നു. പക്ഷേ മെഡിക്കൽ ചെയ്ത ഹോസ്പിറ്റലിൽ TB ഗോൾഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പോസിറ്റീവായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ അവർ മെഡിക്കലിന് ഫെയിലാക്കി വിസ റിജക്ഷൻ ആവുന്നുള്ള പേടിയായിരുന്നു. ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എനിക്കൊരു ഭയമേ തോന്നിയില്ല. കാരണം ഞാൻ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, ഇതൊന്നും എനിക്ക് പേടിയില്ല, കാരണം ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന ആൾ എൻ്റെ പക്കലുണ്ടെന്ന് ഞാൻ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി പറയുമായിരുന്നു. അങ്ങനെ അതിനൊന്നും ഒരു പ്രശ്നവും വന്നില്ല. ഞങ്ങൾ പോയി കണ്ടപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇത് കുഴപ്പമില്ല, വിസയ്ക്ക് കുഴപ്പമില്ല, അവരൊരു ഫോം ഫില്ല് ചെയ്യാൻ തരും, അത് ഫില്ല് ചെയ്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ വിസ ആവുന്നതിന് തൊട്ട് മുന്നേ അവരെനിക്ക് ആ ഫോം അയച്ചു. അത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിന് പ്രശ്നമൊന്നും വന്നില്ല. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, മൂന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബഹ്റിൻ PCC വേണമായിരുന്നു വിസയ്ക്ക്. അപ്പം ഞങ്ങൾ അവിടെ ഗൾഫിലൊക്കെ ഈ ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യണം. അപ്പം ഞാനത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് PCC കിട്ടി. എനിക്ക് 2 പ്രാവശ്യം PCC കിട്ടി. ആദ്യം തന്നത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കായിരുന്നു. രണ്ടാമതും കിട്ടി 2 ആഴ്ചയ്ക്കുള്ളിൽ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യാത്തത് കൊണ്ട് അത് കിട്ടുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ നാട്ടിലൊരു ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്ടിനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കണ്ട് അദ്ദേഹത്തെ കൊണ്ടാണ് ഫോമെല്ലാം ഫില്ല് ചെയ്യിപ്പിച്ചത്. അത് വെച്ച് അയച്ചിട്ട് 1 മാസമായിട്ട് ആവുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുവാണ് ഒന്നോടെ അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഒന്നോടെ അപ്ലൈ ചെയ്തു. എന്നിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ആവുന്നില്ല. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 12-ാം തീയതി മാതാവേ എനിക്ക് തരണേ, കാരണം 1.5 മാസമായി നമ്മൾ ഈ PCC അവർ ചോദിച്ചിട്ട് ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. 12-ാം തീയതി എനിക്ക് തരണമേന്ന് പ്രാർത്ഥിച്ചു. 12-ാം തീയതി തന്നെ മാതാവ് എനിക്കത് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ അത് ആ PCC ഞങ്ങൾക്ക് കിട്ടി. ഇത്രത്തോളം ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത് പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഈ പത്രം കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം അവർക്ക്, നടക്കാത്തൊരു കാര്യം അവർക്ക് നടക്കണേ, എന്തുകൊണ്ടാണിത് നടന്നതെന്ന് അവർ ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ പത്രം കിട്ടിയതുകൊണ്ടായിരിക്കുമോ എന്ന് അവർ ചിന്തിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കും. പിന്നെ ഡെയിലി ബ്രെഡ് ഡെയിലി കൂടാറുണ്ട്. ആത്മീയ വളർച്ചയായിട്ട് ഞാൻ സാധാ ഒരു കുടുംബ പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. വേറെ പ്രത്യേകിച്ച് കൊന്തയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് വിഭാഗത്തിൽ ജനിച്ചതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് മാറിയത്. അപ്പോൾ എനിക്ക് കൊന്തയൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ആത്മീയ വളർച്ചയിൽ എനിക്ക് കൊന്ത വന്നു. കൊന്ത ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു. ബൈബിൾ ഡെയിലി വായിക്കും. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്ക് പണം നൽകിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് പറ്റുന്ന രീതിയിൽ പണം നൽകിയിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലെ സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വചനമാണ്.
10 മാസം ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. ആദ്യത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഓസ്ട്രേലിയക്കുള്ള RN കിട്ടുകയും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളിലും ഈശോയും അമ്മയും ഇടപെടുന്നതായിട്ടാണ് ഈ മകള് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച ആ ദിവസം തന്നെയാണ് അമ്മ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത് സഹോദരിയുമായിട്ട് രമ്യപ്പെടുവാനും പിന്നെ ഇവിടെ വന്ന് നല്ല മനസ്സോടെ ഒരു നല്ല ഉടമ്പടി പുതുക്കുവാനും സാധിക്കുകയും പിന്നീട് എല്ലാ കാര്യത്തിലും ഈശോയും അമ്മയും ഇടപെടുകയുമാണ്. മെഡിക്കലിന് പോയപ്പോഴും ഭയമില്ലാതെ പോകാൻ സാധിച്ചത് ഉടമ്പടിയിലുള്ള ആ വിശ്വാസം, ഉറച്ച വിശ്വാസം, ആദ്യമൊക്കെ വിശ്വാസമില്ലാത്തൊരു വിശ്വാസവും പിന്നീട് നല്ലൊരു ഉറച്ച വിശ്വാസത്തിലേക്ക് വരികയും ഹസ്ബൻഡിന് ഭയമുണ്ടെങ്കിലും ഭാര്യയ്ക്ക് ഭയമില്ലാതെ ഒരു കുഴപ്പവുമില്ലാതെ ഈശോയും അമ്മയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മെഡിക്കലും എല്ലാ ടെസ്റ്റും പാസ്സാകാൻ സാധിക്കുകയും ചെയ്ത് ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മയ്ക്ക് നന്ദി പറയുവാൻ വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിജയമുണ്ടെങ്കിൽ സ്നേഹം, പരാജയമാണെങ്കിൽ അകലമാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെങ്കിൽ ദൈവസ്നേഹം ഒരു സാഹചര്യത്തിലും മാറാത്ത ഒരു സ്നേഹമാണ്. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും വീണാലും തളർന്നാലും നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, പക്ഷെ നമ്മുടെ വിശ്വസ്തതയും വിശ്വാസത്തെയും അനുസരിച്ചാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന നമുക്കിന്ന് സമർപ്പിക്കാം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ അചഞ്ചലമായ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ നാം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോസ്ന ജോൺസന് കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വരാനും ഈ കുടുംബസമേതം സാക്ഷ്യം പറയാൻ എന്നെ തിരഞ്ഞെടുത്തതിന് മാതാവിനും അമ്മ ഈശോയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് സരിത ഡിസോസ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മറിയർഷമ്മ ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 7-നാണ്. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് എനിക്ക് കൃപാസനത്തിൻ്റെ കുറിച്ച് അറിയുന്നത്. ഇത് എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ വൃത്തിയിലൊരു ടീച്ചറാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ജൂൺ മാസത്ത് ഞാൻ ഈ സ്കൂളിലും പഠിപ്പിക്കും. സ്കൂൾ കൊയർ ഇൻചാർജും മാത്രമല്ല നമ്മളെ പള്ളിയിലും കൊയർ ഇൻചാർജാണ്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട് എനിക്ക്. ഒരു ദിവസത്തിൽ ഒരു 6-7 പീരീഡ് ഉണ്ടാവും. ചില സമയത്ത് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ഒരുമിച്ച് കുറേ പരിപാടികളുണ്ടായാലും അതിനും പങ്കെടുത്ത് കുട്ടികൾക്കൊക്കെ പാട്ടും പഠിപ്പിക്കുന്നതിലും എനിക്ക് ഇൻചാർജ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് എൻ്റെ തൊണ്ടയിൽ എന്തോ ഒരു തടസ്സമുണ്ടായി. അപ്പോൾ ഞാനത് അത്ര ഒരു കെയർ ആക്കിയില്ല. ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞ ശേഷം ഒരു ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് സംസാരിക്കാൻ വളരെ പ്രയാസം ഉണ്ടായി. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റായിട്ട് വോയിസ് റെസ്റ്റ് വേണം, യാതൊരു കാരണവശത്താലും ഇനി പഠിപ്പിക്കാനും പാട്ട് പാടാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1 മാസം കുറച്ച് വോയിസ് റെസ്റ്റ് എടുത്തു. മുഴുവനായിട്ട് വോയിസ് റെസ്റ്റ് എടുക്കാൻ എനിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. പിന്നെ 2ാം പ്രാവശ്യം ഞാൻ മറ്റൊരു ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു ഇത് തൊണ്ടയിൽ വോയിസ് വോക്കൽ കോഡിൽ ഒരു നോഡ്യൂലും ഒരു പോളിപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏകദേശം ഒരു സിസ്റ്റിൻ്റെ പോലെയാണ്. അപ്പോൾ ഇത് പൊട്ടിയാൽ ഇത് കാര്യം ഗുരുതരമാവും. അതുകൊണ്ട് യാതൊരു കാരണവശത്താലും കംപ്ലീറ്റായിട്ട് ഈ ടീച്ചിങ് പിന്നെ സിംഗിങ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം ജീവിത ആവശ്യമാണ് ഒരു ജോലി എന്ന് പറയുന്നത്. വേറെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ നവംബർ മാസത്തും ഞാൻ പിന്നെയും ഡോക്ടറിനെ കണ്ടു. 3ാമത്തെ ഡോക്ടറാണ്. ഞാൻ 3ാമത്തെ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുത്തു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഒരു സർജറി വേണം, എൻഡോസ്കോപ്പി സർജറി വേണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി സർജറി ചെയ്താലും അത് വോയിസിൻ്റെ ക്വാളിറ്റി മുമ്പത്തെ പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഡിസംബർ 27 എനിക്ക് ഡേറ്റ് കൊടുത്തു, അപ്പോയിൻമെൻറ്റും കൊടുത്തു സർജറിന് വേണ്ടിയിട്ട്. എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായി. സർജറി എന്ന് പറഞ്ഞാൽ അതിനൊരു ഏകദേശം 1 മാസം റെസ്റ്റ് വേണ്ടി വരും. അതിനുള്ള ഒരു സാഹചര്യത്തിൽ ഞാനല്ലായിരുന്നു, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന് അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ ശേഷം അച്ഛനെ കണ്ടു. അച്ഛന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, സൈത്ത് പൂശി ഉടമ്പടി. പിന്നെ ഞാൻ ഉടമ്പടി വസ്തു ഉപയോഗിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ല്, ഉടമ്പടി തൈലം പുരട്ടി, പിന്നെ ഉപ്പും വെള്ളത്തിൽ കലക്കി കുടിച്ച്. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഓർത്തില്ല. ആ ഒരു സർജറി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവശാലും ഞാൻ അതിനെ കുറിച്ച് ഓർത്തില്ല. ഞാൻ യഥാർത്ഥമായിട്ട് എൻ്റെ ജീവിതം നയിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടിയിലായിരുന്നു. ഉറപ്പം മാതാവിനെ വിശ്വസിച്ചു, മാതാവിനെ ഏൽപ്പിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എന്നെ സുഖപ്പെടുത്തിയാലും ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. പിന്നെ ഞാൻ മാർച്ച് മാസത്ത് അത് 3ാമത്തെ ഡോക്ടറിനെ കണ്ടു, VLS ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്ര മാസം വോയിസ് റെസ്റ്റ് എടുത്തതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഞാൻ വോയിസ് റെസ്റ്റ് എടുത്തില്ല, കാരണം എക്സാം ടൈമാണ്, ആരും ലീവ് കൊടുക്കില്ല, അതുകൊണ്ട് ഞാൻ വോയിസ് റെസ്റ്റ് എടുത്തില്ല. കുറച്ച് ഞാൻ സൂക്ഷിച്ചായിരുന്നു, എൻ്റെ ഫുഡ് കൺട്രോൾ കുറച്ച് ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കേരളത്തിൽ ഒരു പള്ളിയുണ്ട്, അതിൽ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇറ്റ്സ് എ മിറാക്കിൾ, ലൈക്ക് യു ഹാവ് കംപ്ലീറ്റ്ലി ഹീൽഡ് ഫ്രം യുവർ സിക്നെസ്. 3ാമത്തെ പ്രാവശ്യം VLS ചെയ്തപ്പോൾ ഒരു പാട് പോലും അവിടെ കണ്ടില്ല. ഓക്കൽ നോഡ്യൂൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. ഒരു പോളിപ്പ് നോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മിറാക്കിൾ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. 2ാമത്തെ സാക്ഷ്യമാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ മാസത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ വീടിൻ്റെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പുതിയ വീട് പണിഞ്ഞു. അപ്പോൾ അതിന് ഒരു 15 ലക്ഷം കട ഉണ്ടായിരുന്നു നമ്മൾക്ക്. അപ്പം ഞാൻ മനസ്സിൽ ഓർത്ത് മാതാവിനോട്, എനിക്ക് 2 പെൺകുട്ടികൾ, അപ്പോൾ 15 ലക്ഷം എന്ന് പറയുമ്പോഴേക്കും ഒരു മാസത്തിലൊരു 12,000 ഏകദേശം 12,000 ലോന് അടിക്കാൻ വരും. അപ്പോൾ ഞാൻ മാതാവിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ കടയില്ലാണ്ട് നമ്മൾ ജീവനും പോയി തുടങ്ങിയില്ല, എത്ര നല്ലായിരുന്നു എന്ന് അത്രമാത്രം പറഞ്ഞു. ഞാൻ ഒന്നും ചോദിച്ചില്ല, വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ വീട് പണിഞ്ഞ് ഒരാഴ്ച ശേഷം അപ്പോൾ അപ്രത്യക്ഷമായി മാതാവ് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടി കാശ് കൊടുത്ത് എൻ്റെ 15 ലക്ഷം രൂപ കട വീട്ടി. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാതാവിൻ്റെ അത് ഒരു വലിയൊരു ഇടപെടലാണ് നമ്മളെ വീട്ടിൽ. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതെൻ്റെ മകളാണ്. 7 കൊല്ലമായി, 2ാം ക്ലാസ്സിലാണ് അതിന്. അവൾക്ക് 2 വർഷ ശേഷം 2 വർഷത്തിന് ഒരു സ്റ്റാമറിങ് ഉണ്ടായിരുന്നു. സംസാരിക്കാൻ അത്ര ഒരു എളുപ്പമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസം പ്രമാണം ചൊല്ലി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി മാതാവ് അവൾക്ക് സമ്പൂർണ്ണമായി സൗഖ്യം നൽകി. അതിനെക്കുറിച്ച് അവൾ പറയും. My name is Shreyal Frisha Krasta. Thank you Kripasana Mother for healing me. ഇതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. ഇത് ഉടമ്പടിയിൽ വെച്ചതാണ്. ഇത് കൂടാതെ കുറേ അനുഗ്രഹങ്ങൾ നമ്മളെ വീട്ടിൽ വാരിക്കോരി മാതാവ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഈ വീട്ടിൻ്റെ ചുറ്റും ആദ്യം ഈ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോഴേക്ക്. അപ്പോൾ അവിടെ കുറേ പേര് പറഞ്ഞ്, ഇവിടെ പാമ്പിൻ്റെ ശല്യം കുറേ ഉണ്ട്, സൂക്ഷിക്കണം, കുട്ടികളൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഈ വിശുദ്ധ ഉപ്പ് വീട്ടിൻ്റെ ചുറ്റു വിതറി വിശ്വാസം പ്രമാണം ചൊല്ലി മാതാവിനെ സമർപ്പിച്ചു. ഇതുവരെ ഒരു പാമ്പിൻ്റെ ശല്യം പിന്നെ ഉണ്ടായില്ല. ഏകദേശം ഇപ്പോൾ 8 മാസമായി നമ്മൾക്ക് യാതൊരു ശല്യം ഉണ്ടായില്ല. ഇതാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇവിടെ തന്നെ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഡെയിലി രാവിലെ 5 മണിക്ക് എണീച്ച്
ജപമാലം ചൊല്ലി ബൈബിൾ വായനം, പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. പിന്നെ അത് സ്റ്റേറ്റസ് ഇടാറുണ്ട്, പിന്നെ ഷെയർ ചെയ്യാറുണ്ട്. മാത്രമല്ല എപ്പോഴും രാവിലെ ഒരു 3 സാക്ഷ്യം കേട്ട് അതിനെ ഷെയർ ചെയ്ത് പിന്നെയാണ് ഞാൻ എൻ്റെ ജോലിക്ക് കയറും. അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കും. പിന്നെ പത്രവിതരണം, ഞാൻ കന്നഡ, കൊങ്കണി, മലയാളം പത്രം 3 ഭാഷയിലുള്ള പത്രം കൊണ്ടുപോകും. ഈ മലയാളം പത്രം ഏകദേശം ക്രൈസ്തവർക്ക് കാസർഗോഡ് ഹോസ്പിറ്റലിൽ കൊടുക്കും. പിന്നെ ഈ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പുകളിലും പിന്നെ നമ്മളെ ഇടവക അംഗങ്ങളിലും പള്ളിയിലും എല്ലാം വിതറിക്കാനുണ്ട്. മാത്രമല്ല കാരുണ്യ പ്രവർത്തനം, നമ്മൾ അവിടെ ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ പോയി അവിടേക്ക് വേണ്ട ഒരു ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിത്തരും. മാത്രമല്ല പാവപ്പെട്ടവർക്ക് ആര് അത്യാവശ്യമായിട്ട് ചോദിക്കാൻ വരുന്നു, പാവപ്പെട്ടവർക്ക് എനിക്ക് എത്ര സാധ്യമുണ്ട് അത്ര ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ, ജീവിതാന്ത്യം വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരാഗ്രഹമാണ്. ഞാൻ അങ്ങനെ നിലനിൽക്കും. യേശുവേ സ്തോത്ര, യേശുവേ വന്ദന, യേശുവേ ആരാധന. താങ്ക് യു ലോർഡ്. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. സങ്കീർത്തനം 51:15 വചനമാണ്. ഉടമ്പടിയിൽ ദൈവം നമ്മുടെ ഹൃദയവും നമ്മുടെ വാക്കുകളും പുതുക്കും. അപ്പോൾ നാം ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നു. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കുന്നുവെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, അമ്മയുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ അധരങ്ങൾ തുറക്കുകയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പുതുക്കൽ ലഭിക്കുകയുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കണ്ടത്. ദൈവകൃപ ലഭിച്ച വ്യക്തി സ്തുതിയാൽ നിറയുന്നതും കൃപാസനം ഉടമ്പടി വഴി ആ സ്തുതി ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നതുമാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. സരിത ഡിസൂസ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എന്നുള്ള പ്രാർത്ഥന കേട്ട ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്, ആ ദൈവാനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ശ്രവിച്ചത്. സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയിൽ കേട്ടതുപോലെ കർത്താവെ എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ അധരങ്ങൾ തുറന്ന ആ ദൈവത്തിന് നന്ദി പറയുവാനും അങ്ങയുടെ സ്തുതികൾ ആലപിക്കുവാനുമാണ് ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അധരങ്ങൾ തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുണ്ടെന്നും അവിടുത്തെ സ്തുതികൾ ആലപിക്കുവാനും മറക്കാതിരിക്കാനും നമുക്ക് ശ്രമിക്കാമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാനും അവിടുത്തെ ആ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസത്തോടെ, വിശ്വാസത്തിലുപരി വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഉള്ള അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്കായി പ്രത്യേകിച്ചും കടബാധ്യതയുടെ കാര്യം പറഞ്ഞു. അത് ഒരു അപ്രത്യക്ഷമായ രീതിയിൽ, ഒരിക്കലും വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ഈശോയും അമ്മയും ഇടപെട്ട് ഈ മകളുടെ ജീവിതത്തിൽ 15 ലക്ഷം കടബാധ്യത ഉണ്ടായിരുന്നത് ഒരു ദിവസത്തിനുള്ളിൽ ആ കടബാധ്യത മുഴുവനായിട്ട് തീർത്തത്, അതും ഒരു പ്രത്യേക രീതിയിൽ. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലാണ്. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് തന്നെ വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ പറയാനാവാത്ത രീതിയിൽ, കാരണം അത് അത്രമാത്രം നമ്മൾ ഓർക്കാത്ത, വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ഈശോയും അമ്മയും നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ഉടമ്പടിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ വിശ്വസ്തത മാത്രമാണ്. ഉടമ്പടി നിബന്ധനകളനുസരിച്ച് അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞ അമ്മയുടെ വാക്ക് പാലിച്ച് ഈശോയുടെ ആഗ്രഹമനുസരിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നമുക്കും ആ ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സരിതയ്ക്കും കുടുംബത്തിൽ ലഭിച്ച ഈ രോഗസൗഖ്യത്തിനും കടബാധ്യത മാറ്റുവാൻ തന്ന ആ വലിയ കൃപയ്ക്കും വലിയ അനുഗ്രഹത്തിനും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.